ദിലീപും മഞ്ജു വാര്യരും മലയാള സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന താരജോഡികളിൽ പ്രധാനികളായിരുന്നു. വൈകാതെ ജീവിതത്തിലും ഇരുവരും ഒന്നിക്കുമ്പോൾ മഞ്ജുവിന് പ്രായം കഷ്ടിച്ചു 20 വയസ്സ്. അധികം വൈകാതെ മീനാക്ഷി എന്നൊരു മകളും ഇരുവർക്കും ജനിച്ചു. എന്നാൽ 2014 സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും മഞ്ജു വാര്യരും തങ്ങൾ വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചു. അന്നത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മീശ മാധവൻ താരം വാഗ്ദാനം ചെയ്ത കോടികൾ സ്വീകരിക്കാതെയാണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ പടിയിറങ്ങിയത്. 2014 ജൂലൈയിൽ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബന്ധം പിരിയുമ്പോൾ ജീവനാംശം വേണ്ടെന്ന് പ്രമുഖ താരം തീരുമാനിച്ചിരുന്നു. വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ടെന്ന് നടി തീരുമാനിച്ചു എന്നാണ് അന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതുകൂടാതെ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും സംയുക്തമായ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഏകദേശം 80 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ അന്ന് തിരികെ നൽകുകയും കൂടി ചെയ്തിട്ടാണ് നടി പടിയിറങ്ങിയത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഈ വിവരം പിന്നീട് മഞ്ജു വാര്യരുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. 2014 തുടക്കം മുതൽ തന്നെ ഇരുവരും വേർപിരിയുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതേ വർഷം ജൂണിൽ ദിലീപ് എറണാകുളം കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടെയാണ് വാർത്തകൾ സ്ഥിരീകരണമായത്. ദിലീപ് കുടുംബ കോടതിയെ സമീപിക്കുന്നതിന് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മഞ്ജു വാര്യർ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് താമസം മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ തൃശ്ശൂരിലെ പുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബ വീട്ടിലേക്ക് മഞ്ജു എത്തിയത് ഒറ്റയ്ക്കാണ്. ഇരുവരുടെയും ഒരേയൊരു മകളായ മീനാക്ഷി ദിലീപ് തൻ്റെ അച്ഛനൊപ്പം ആലുവയിൽ തന്നെയാണ് എന്ന് അന്നു മുതൽ താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മീനുട്ടി എന്ന് വിളിപ്പേരുള്ള മകളുടെ മെഡിസിൻ പഠനത്തിനായി ദിലീപും രണ്ടാം ഭാര്യയും നടിയുമായ കാവ്യ മാധവനും ഇളയ മകൾ മഹാലക്ഷ്മിയും ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു.